ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന്. ഇന്ന് എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ഗൈഡൻസ് എന്താണ്, മെസ്സേജ് എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. എന്താണ് യൂണിവേഴ്സ് ഇന്ന് തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്? ഹാപ്പി ഫാമിലിയാണ്. 10 ഓഫ് കപ്സിന്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹാപ്പി ഫാമിലി എന്ന് പറയുന്നത് കണ്ടില്ല, തീർച്ചയായിട്ടും നിങ്ങളിവിടെ ആഗ്രഹിച്ചിട്ടുണ്ടാവണം ഇതുപോലെ നല്ല ഒരു ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടി. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉള്ളതിനെ എല്ലാം നിങ്ങൾ ഇവിടെ ഒഴിച്ചു വിടുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ സന്തോഷം അനുഭവിക്കാൻ വേണ്ടി കൂടിച്ചേർന്ന് ഒത്തൊരുമിച്ച് ചേരുക. കുടുംബത്തിൽ അച്ഛനമ്മ അല്ലെങ്കിൽ ഫാമിലി സഹിതമായ കുട്ടികൾ ഒന്നടങ്കം വളരെയധികം സന്തോഷത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിറഞ്ഞ സ്നേഹമാണ് ഇവിടെ. 10 കപ്പുകളും ഇവിടെ നിറഞ്ഞ സ്നേഹമുണ്ട്. ഇവിടെ റെയിൻബോ കണ്ടില്ലേ? ഇവിടെ നിങ്ങൾ ഉല്ലാസ യാത്ര നടത്തുന്നതാവാം, അതുമല്ല എങ്കിൽ ആരുടെയെങ്കിലും ചിലപ്പോൾ വിവാഹം നടക്കുന്ന എനർജി ആവാം, അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അതിൽ പങ്കെടുക്കാൻ പോകുന്ന എനർജി ആവാം. സന്തോഷത്തോടു കൂടി മനസ്സിലായി. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒക്കെ സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കാം. മനസ്സിലായോ? നിങ്ങൾ ആരെയെങ്കിലും ആഗ്രഹിക്കുന്നു, ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഇപ്പോൾ ഡിവോഴ്സ് പരമായ കേസുകൾ നടക്കുന്നുണ്ടാവാം. അങ്ങനെ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം ഫാമിലി ഒത്തുചേർന്ന നല്ലൊരു ലൈഫിലേക്ക് പോകണമെന്ന്. ആ ഒരു കാര്യത്തിൽ നിങ്ങളിപ്പോൾ മനസ്സ് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈ ഒരു ഒത്തൊരുമ അല്ലെങ്കിൽ ഒരു ഒത്തുകൂടൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. വളരെയധികം സക്സസ്ഫുള്ളി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. സക്സസ്ഫുൾ ആവുന്ന നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനെ മറികടന്ന് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കുടുംബം ഒന്നിച്ചു ചേർന്നിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സ്നേഹം നിറഞ്ഞ ഒരു ബന്ധം നിങ്ങൾക്ക് ഇവിടെ ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് എന്താണെന്ന് നോക്കാം. ഇവിടെ 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ അത് തന്നെയാണ് വന്നിരിക്കുന്നത്. കുട്ടിക്കാലത്തെ ആ സ്നേഹം, കളങ്കമില്ലാത്ത സ്നേഹം വീണ്ടും പങ്കിടുന്നു എന്നുള്ളതാണ്. നേരത്തെ എങ്ങോ കണ്ടുമുട്ടി പിരിഞ്ഞു പോയി, പിന്നീട് വീണ്ടും എത്തിച്ചേരുകയാണ്. അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും പിണങ്ങിപ്പോയവരുടെ ശത്രുത മറന്നിട്ട് വീണ്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. 6 ഇവിടെ ഒരു മാറ്റത്തെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ദൈവാനുഗ്രഹം വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പൊ ഈ ഒരു അവസരം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് പഴയ സ്വപ്നങ്ങളെയൊക്കെ സാക്ഷാത്കരിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പണ്ടേ നിങ്ങൾ കൂട്ടുകാരായിട്ട് ഇരുന്നപ്പോൾ തന്നെ ചില സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതൊക്കെ മുന്നോട്ട് വരുന്തോറും അത് സാക്ഷാത്കരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതുപോലെയാണ് ദൈവാനുഗ്രഹം വന്നിരിക്കുന്നത്. അതുപോലെ കളങ്കമില്ലാത്ത മനസ്സിനുടമയായതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ശത്രുതയില്ലാതെ ശത്രുത ഉപേക്ഷിക്കാൻ സാധിക്കുന്നു മനസ്സിലുള്ളത്. മനസ്സിലായി. കഴിഞ്ഞു പോയ കാലത്തെ സ്നേഹത്തെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് അടുത്തുള്ള നിങ്ങളുടെ അടുത്ത വീട്ടുകാരോടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അവർ നിങ്ങളോട് സ്നേഹം കൂടി വരുന്നതാവാം. ആരെങ്കിലും നിങ്ങളോട് പിണങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ ചിലപ്പോൾ സുഹൃത്തുക്കളാവാം, നല്ല സുഹൃത്തുക്കളാവാം, നല്ല മിത്രങ്ങളാവാം, ആരുമായിക്കൊള്ളട്ടെ. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളോടൊപ്പം വന്നു ചേരുന്നു, വന്ന് ഒത്തിരി സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, പുതിയൊരു തുടക്കത്തിലേക്ക് വരുന്നു. ഈ ഒരു സ്നേഹബന്ധം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്.
അടുത്തായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇത് വീലാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഭാഗ്യ സമയമായിരിക്കുന്നു. ഇതുവരെ നിങ്ങൾ അതിനുള്ള ഒരു സമയം, ഒരു മോശ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിരിക്കുന്നത്. അതിനായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് ആണ്. നിങ്ങൾ മുന്നോട്ട് വരുന്തോറും നിങ്ങളുടെ കർമ്മ കുറച്ചൊന്ന് തീരാറായിട്ടുണ്ട്. അവിടെ നിങ്ങൾ എന്താണോ നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ചിരുന്നത്, പാസ്റ്റിൽ നിങ്ങൾ കുടുങ്ങിക്കിടപ്പുണ്ട് എങ്കിൽ, പല കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റക്കാണ് എങ്കിൽ, തീർച്ചയായിട്ടും അതിനെയൊക്കെ നിങ്ങളൊന്ന് ഉപേക്ഷിച്ചേക്കൂ. നിങ്ങൾ അതിനെയൊക്കെ ഒന്ന് മറന്നു കളഞ്ഞേക്കൂ. എല്ലായ്പ്പോഴും അമിതമായ ദുഃഖത്തെ വഹിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ പാടില്ല. മനസ്സിലായി? നാളെ നിങ്ങൾ സമീപിക്കേണ്ടത് ഏറ്റവും നല്ല സന്തോഷകരമായ നിമിഷങ്ങളിലേക്കാവണം. അത് ദൈവാനുഗ്രഹമുള്ള നിമിഷങ്ങളാണെന്ന് കൂടി വിചാരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് വരാൻ. അപ്പൊ ഇവിടെ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെതായ സമയമാണ് വരാൻ പോകുന്നത്. ഭാഗ്യത്തിന്റെ വീലാണ് ഇവിടെ കറങ്ങാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഇവിടെ ആഗ്രഹിച്ചിരുന്നത്, നിങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതുവരെ നിങ്ങൾ പോയത് വളരെ വലിയ വിഷമത്തിലേക്കായിരുന്നിരിക്കാം. ഇനി അതെല്ലാം കളഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു എനർജിയെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കണം. എന്നിട്ട് നിങ്ങൾ ഫ്രഷായിട്ടൊരു സ്റ്റാർട്ട് ചെയ്യൂ എന്നാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി പുതിയൊരു നല്ല തുടക്കത്തിന് വേണ്ടി മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇന്നത്തെ ദിവസം പല കാര്യങ്ങൾ നിങ്ങൾക്ക് തുടങ്ങാനുള്ള സമയമാണ്. മനസ്സിലായി? ഇന്നൊരു നല്ല ദിവസമാണ്. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെതായ ദിവസമായിട്ട് നിങ്ങൾ കണക്കാക്കണം. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങാനുണ്ടോ, പല മാനിഫെസ്റ്റേഷൻ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. 11 ടൈം നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ആഗ്രഹിക്കാം. തീർച്ചയായിട്ടും ഇവിടെ നല്ലൊരു സമയമാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഇവിടെ ഏഞ്ചലിന്റെ ബ്ലെസ്സിങ് നിങ്ങളോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചൊക്കെ കർമ്മ റിലീസ് ആയിട്ടുണ്ട്. ഇവിടെ കർമ്മ റിലീസായിട്ട് മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഭാഗ്യത്തിന്റെ വഴി വരുന്നത്. മനസ്സിലായോ? അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ച് കാണില്ല ഈ ഒരു പ്രോഗ്രസ് ഇനി എൻ്റെ ജീവിതത്തിൽ വരുമെന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ച് കാണില്ല. അതുകൊണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അവിചാരിതമായിട്ട്, അപ്രതീക്ഷിതമായിട്ടൊക്കെ ചില നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു. വളരെ വലിയൊരു പോസിറ്റീവ് ചേഞ്ചാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു മെസ്സേജാണ്. വളരെയധികം ശ്രദ്ധിക്കുക, വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുക, എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. അങ്ങനെ പോസിറ്റീവായിട്ട് ഇരിക്കുന്ന ആ ഒരു മനസ്സിലേക്ക് ഒരുപാട് നല്ല വികാരങ്ങൾ കടന്നുകൂടട്ടെ, കടന്നു വരട്ടെ. മനസ്സിലായി? എങ്ങനെയായാലും എടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലൊരു യാത്രയാവാം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സക്സസിലേക്ക് നിങ്ങൾ പോകാൻ പോകുന്നു. ഏറ്റവും വലിയൊരു സന്തോഷത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ പുതിയ വാഹനം വാങ്ങിക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കണം. ആരെങ്കിലും അതിന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുതിയൊരു ജോബ് ഓഫർ നിങ്ങൾക്ക് വരാം. പുതിയൊരു ജോബ് ഓഫർ നിങ്ങൾക്ക് വരാനുള്ള സമയമായിട്ടുണ്ടാവണം. ആർക്കെങ്കിലുമൊക്കെ നോക്കിയിരിക്കുന്നവർക്ക്, അതിനായിട്ട് പരിശ്രമിച്ചിട്ടുള്ളവർക്ക് പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇവിടെ കടക്കാൻ പോകുന്നു. അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണെന്നാണ് നമ്മളിവിടെ കാണുന്നത്. 10 ആണ് നമ്പർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 10 എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും എൻഡായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് പോവുകയാണ് നിങ്ങൾ. അതുപോലെയാണ് 10 ഓഫ് കപ്സിന്റെ എനർജി. പല വിഷമങ്ങളെയും അവസാനിപ്പിച്ചിട്ട് പുതിയ ചില സന്തോഷങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ 10 വന്നിട്ടുണ്ട്. മനസ്സിലായോ? 10 കാണുന്നവരുണ്ടായിരിക്കണം അല്ലേ? അതായത് 11ന്റെ നമ്പർ പുതിയ തുടക്കത്തിലേക്ക് വരും എന്നുള്ളതാണ്. ഇവിടെ വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇത് ഏറ്റവും നല്ല എനർജിയാണ്. കാരണം അവസരങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾക്ക് ഈ ഒരു എനർജി ഇല്ലായിരുന്നിരിക്കണം. വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് ഒന്നും കിട്ടുന്നില്ല, അതിൻ്റെതായ ബ്ലോക്കേജിൽ കഴിയുന്നു. ഇവിടെയോ ഇനി നിങ്ങൾക്ക് പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കുകയാണ്. അവസരങ്ങൾ നിങ്ങളെ കാത്തു വരികയാണ്. ജോലിക്കായാലും വിവാഹത്തിനായാലും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, ജോലിക്കാര്യത്തിലായാലും വിവാഹ കാര്യത്തിലായാലും. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോയ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ. അപ്പോൾ വളരെയധികം ബുദ്ധിപൂർവം ചിന്തിക്കുക. ഇമോഷൻസിനല്ല ഇവിടെ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടത്, നിങ്ങളുടെ ബുദ്ധിക്കാണ്. അത് എന്തെങ്കിലും ഒരു കാര്യത്തെ സെലക്ട് ചെയ്യുമ്പോൾ
നിങ്ങളവിടെ ബുദ്ധി ഉപയോഗിച്ച് എന്താണോ വേണ്ടത്, നിങ്ങളുടെ ഏത് ആഗ്രഹമാണോ അതിനൊരു ക്ലാരിറ്റി വരുത്തണം. ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് സെലക്ട് ചെയ്യാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ആണ്, ഒത്തിരി ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇതിലവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഏതെങ്കിലും തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റിയതായിട്ട്. അതല്ല എങ്കിൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് അവസരങ്ങൾ വരുത്തും നിങ്ങളുടെ ജീവിതത്തിലേക്ക്. അങ്ങനെയുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത്. നമുക്ക് ഒറക്കിൾ കാർഡ്സ് ഉടനെ നോക്കാവേ. നമുക്ക് വീൽ ഓഫ് ഫോർച്യൂണിന്റെ എനർജി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ചോയ്സസ് വന്നിരിക്കുന്നത് കണ്ടില്ലേ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ദിവസമാണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ സെലിബ്രേഷൻ ആണ്, നമ്പർ 3 ആണ് വന്നിരിക്കുന്നത്. സെലിബ്രേഷൻ വളരെയധികം നല്ല എനർജിയാണ്. ഇവിടെ 10ന്റെ എനർജി, ഇവിടെ 10 ഓഫ് കപ്സിന്റെ എനർജി വന്നപ്പോഴേ പറഞ്ഞല്ലേ നമ്മൾ സന്തോഷത്തിലേക്ക് പോകാമെന്ന്. സന്തോഷ യാത്രകളാവാം, ഉല്ലാസ യാത്രകളാവാം, കുടുംബസഹിതം. ഇവിടെ അതുപോലെ തന്നെ കുടുംബസഹിതം എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ആരുടെയെങ്കിലും വിവാഹത്തിൽ എൻജോയ് ചെയ്യാം, ബർത്ത്ഡേക്ക് എൻജോയ് ചെയ്യാം, പുതിയ ജോലിക്കാവാം, പുതിയ വീട് വാങ്ങിച്ചതിൻ്റെ ആവാം. ഇനി ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾ ഇന്നത്തെ ദിവസം ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു എനർജി ഉണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങൾ ഇതുവരെ കാത്തിരിക്കുന്ന ആ ഒരു വ്യക്തി ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വന്നു ചേരാം. അതുവഴി നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്ന എനർജി ആവാം. ഒരു മെസ്സേജ് പോലും ഇല്ലാതെ ഒന്ന് കാൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ എനർജി ഇന്ന് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവണം. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അഡ്വഞ്ചറാണ്. ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നില്ലേ, അപ്പൊ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ചക്രമാണ് മുന്നോട്ട് വരുന്നത്, മുന്നോട്ട് ഉരുളുന്നത്, അല്ലെങ്കിൽ ഉയരത്തിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ നിങ്ങളുടെ ഭാഗ്യം ഉയർച്ചയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇനി ഏതൊരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി, ഏത് തടസ്സങ്ങൾ വന്നോ പ്രതിസന്ധികൾ വന്നോ, എത്ര അപകടം പിടിച്ച കാര്യങ്ങളായോ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത് കാര്യങ്ങളാണോ, അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിനെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി. ഇവിടെ ഒരു കൊച്ചുകുട്ടിയാണ് എന്തിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിഷ്പ്രയാസം മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും ഇന്നത്തെ ദിവസം എന്ന് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് വരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളാവാം, ഇനി അതുമല്ല എങ്കിൽ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളാവാം, മറ്റ് എന്ത് കാര്യത്തിലെ ആയാലും ശരി, കോഴ്സുകൾ പഠിക്കുന്നതിൻ്റെ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനാണോ, ഇവിടെയൊക്കെ ആയാലും നിങ്ങൾക്ക് നിസ്സാരമായ ആ പ്രശ്നങ്ങളെ മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. മറികടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. കാരണം എപ്പോഴും നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം പറയുന്നത്. അങ്ങനെയാണ്. സൈലൻസ് ആണ്, നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, സൈലൻസിലിരിക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ്. മനസ്സിലായോ? എല്ലായ്പ്പോഴും നിങ്ങൾക്ക് എന്താണ്, ഒന്നിനും നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു മൗനവ്രതം പാലിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നിങ്ങൾ മാസത്തിൽ ഒരു ദിവസമെങ്കിലും മൗനത്തിലിരിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇനി ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണോ, തീർച്ചയായിട്ടും അവിടെ മൗനം നിങ്ങൾക്ക് പലപ്പോഴും നല്ലതാണ്. ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഏതെങ്കിലും കാര്യത്തിന് ആർഗ്യുമെന്റ്സിനൊക്കെ വന്നുപോയോ, അനാവശ്യമാണ് അത് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും അവിടെ ഏറ്റവും നല്ലത് സൈലൻസ് തന്നെയാണ്. മനസ്സിലായോ? അങ്ങനെ ഈ സൈലൻസിലൂടെ നിങ്ങൾക്കൊരു സക്സസിലേക്ക് വരാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് ഡിവൈൻ തരുന്ന ഒരു ഗൈഡൻസ് ആണിത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യകരമായ കാര്യങ്ങളിൽ ഉൾപ്പെടുമ്പോൾ ഏറ്റവും നല്ലത് സൈലൻസ് ആണ്. മൗനത്തിലിരിക്കാൻ ശ്രമിക്കൂ. മൗനം നിങ്ങൾക്ക് കൊണ്ടുതരുന്നത് സക്സസ് ആണ്. മനസ്സിലായോ? ഇവിടെ ദ ക്രിയേറ്റർ ആണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ക്രിയേറ്റീവ് എനർജിയാണ്. നിങ്ങളെ ആരെങ്കിലും ഒക്കെ ഇന്ന് ഒരു ഗുരുവിന്റെ സ്ഥാനത്ത് കാണുന്നുണ്ടാവാം.
അത്രമാത്രം നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. അത്രമാത്രം നല്ല ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങൾ. ഇവിടെ സൈക്കിൾ ചക്രയുടെ ആക്ടിവേഷൻ ആണ്, ക്രിയേറ്റീവ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ക്രിയേറ്റീവ് എനർജി ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. എന്ത് ജോലിയാണെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. എന്ത് പഠിക്കണം എന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ്. ദൈവാനുഗ്രഹം കൂടുതലായിട്ട് വരുന്നത് എന്താണ്? ഇവിടെ ക്രിയേറ്റീവ് എനർജി നിമിത്തമാണ്. ഇതുവരെ ഇല്ലാതിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇനി മുന്നോട്ട് ഉള്ള ജീവിതത്തിന് തടസ്സം നിൽക്കുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. എങ്ങനെ പോയാൽ എനിക്ക് നല്ലൊരു വഴിയിലേക്ക് കടക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സമയം. പ്രശ്നങ്ങളെ മറികടക്കാനുള്ള കഴിവ്, ഇതെല്ലാം നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയുടെ ഭാഗമാണ്. ഇനി അതുമല്ല, എന്തെങ്കിലും കഴിവുകൾ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ, അതിനെ കണ്ടെത്തി പുറത്തു കൊണ്ടുവന്ന് അതിനെ വികസിപ്പിച്ചുകൊണ്ട് അതിനായിട്ട് പ്രയത്നിച്ചുകൊണ്ട് നല്ലതുപോലെ മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയിലേക്ക് കടക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ. അതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ശ്രമിക്കണം. മറ്റുള്ളവർക്ക് നല്ലപോലെ ഗൈഡൻസ് കൊടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് മറ്റുള്ളവർക്ക് ഒരു എനർജി പകർന്നു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. മറ്റുള്ളവരുടെ വിളക്കാവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങളെ അങ്ങനെ കരുതുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഗിൽറ്റാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ചെയ്തു പോയ പല കാര്യങ്ങളിലും കുറ്റബോധം ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. അത് മാനുഷികമായ ഒരു സ്വഭാവമാണ്, മനുഷ്യൻ്റെതായ ഒരു സ്വഭാവമാണ് കുറ്റബോധം എന്ന് പറയുന്നത്. അത് വളരെ നല്ലതാണ്. അതിനെ അവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് കുറ്റം ചെയ്തു എന്നുള്ള ബോധമുണ്ട് യൂണിവേഴ്സിനോട് ഫൊർഗിവ്നെസ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. തീർച്ചയായിട്ടും അതവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. പ്ലീസ് ഫൊർഗിവ് മീ, മനസ്സിലായി, ഐ ആം സോറി, പ്ലീസ് ഫൊർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നുമില്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. മനസ്സിലുള്ള മറ്റു വിദ്വേഷമോ മറ്റുള്ളവരോടുള്ള പകാവെറുപ്പോ ഇതെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല മനസ്സിനുടമയാവാൻ നിങ്ങളെ കൊണ്ട് കഴിയും. ആ നല്ല മനസ്സിനുടമയായി കഴിയുമ്പോഴാണ് ദൈവാനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാവുന്നത്. ദൈവത്തിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ലഭിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.